ഹലോ ഗൈസ്, കുക്കറിനകത്ത് എളുപ്പത്തിന് ഒരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചക്കയെല്ലാം വെട്ടിയരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചക്കക്കുരും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ചക്ക വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിനകത്തോട്ട് സ്റ്റൗവിനകത്തോട്ട് വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ജാറിനകത്ത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ചക്കയെല്ലാം അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറി വരുന്നതിനായിട്ട് ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് അടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ചു കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുക്കറിനകത്ത് നല്ല എളുപ്പത്തിന് ഈസി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.